സ്വാമിയേ ശരണമയ്യപ്പ. എന്തായാലും നമുക്ക് സന്നിധാനത്തേക്ക് പോകാം അല്ലേ? തീർച്ചയായും മൂന്നാമത്തെ ക്ഷേത്രത്തിലേക്ക് പ്രേക്ഷകരെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോവുകയാണ് ഈ തിരുവോണ പുലരിയിൽ. അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹത്തോടെ ശബരിമല സന്നിധാനത്ത് തിരുവോണ പുലരിയെ വരവേറ്റ് ഭക്തർ കൊടിമരച്ചുവട്ടിൽ അത്തപ്പൂക്കളം ഒരുക്കിയും മറ്റും പ്രൗഢ ഗംഭീരമായാണ് സന്നിധാനത്തെ ഓണാഘോഷം. ഭക്തർക്ക് തിരുവോണ സദ്യയും ഒരുക്കിയിട്ടുണ്ട്. മിഥുൻ മുരളിയാണ് സന്നിധാനത്ത് നിന്ന് നമുക്കിപ്പം ചേരുന്നത്. മിഥുൻ, സന്നിധാനത്ത് ഈ തിരുവോണ പുലരിയിൽ എങ്ങനെയാണ് ചടങ്ങുകൾ? ഭക്തജന തിരക്കാണോ? എന്താണ് അവിടുത്തെ കാഴ്ചകൾ? മിഥുൻ ഓണാശംസകൾ നേരുന്നു. മിഥുനും മിഥുൻ്റെ ടീമിനും ഓണാശംസകൾ നേരുകയാണ്. മാത്രമല്ല എന്തൊരു ഭാഗ്യമാണ് ഈ തിരുവോണ പുലരിയിൽ അയ്യനെ കണ്ട് വണങ്ങുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമല്ലേ? അനിൽ നമ്പ്യാർ, രാഖി, രണ്ടുപേർക്കും ഓണാശംസകൾ. ഒപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ വലിയ ഭാഗ്യമാണ്. ഞാൻ അയ്യപ്പ ഭക്തനാണ്. എൻ്റെ ക്യാമറമാൻ അജയൻ നായരും അയ്യപ്പ ഭക്തനാണ്. ഞങ്ങൾക്ക് തിരുവോണ നാളിൽ അയ്യപ്പ സന്നിധിയിൽ അയ്യപ്പസ്വാമിയോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ ഒരു ഭാഗ്യമാണ്. ഒരു വലിയ ആഗ്രഹ സഫലീകരണമൊക്കെ ഉള്ള ഒരു ദിവസമായാണ് ഈ ദിവസത്തെ കണക്കാക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ആഘോഷമാണ് തിരുവോണ നാളിൽ അയ്യപ്പ സന്നിധിയിൽ ഭക്തർ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹത്തോടുകൂടി ഈ തിരുവോണ ദിവസത്തെ വരവേൽക്കുന്നത്. അയ്യപ്പ ഭക്തരുടെ എല്ലാം ഏറ്റവും വലിയൊരു ആഗ്രഹമായിരിക്കും വിശേഷ ദിവസങ്ങൾ അയ്യപ്പ സന്നിധിയിൽ ആഘോഷിക്കുക, അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹത്തോടുകൂടി ആ നല്ല നാളുകളെ വരവേൽക്കുക എന്നുള്ളത്. അങ്ങനെ ആഗ്രഹ സഫലീകരണത്തിൻ്റെ ഒരു വലിയൊരു ഭക്തിയുടെ പാരമ്യത്തിലേക്ക് ഭക്തർ എത്തി നിൽക്കുന്ന കാഴ്ചയാണ് സന്നിധാനത്ത് ഇന്ന് കാണാൻ കഴിയുന്നത്. ഇന്ന് സുഗമമായ ദർശനം ഭക്തർക്ക് സാധ്യമാകുന്നു. കൊടിമരച്ചുവട്ടിൽ പൂക്കളം ഒരുക്കിയിട്ടുണ്ട്. ദേവസ്വം ജീവനക്കാരും മറ്റും ചേർന്നാണ് മനോഹരമായ പൂക്കളം കൊടിമരച്ചുവട്ടിൽ ഒരുക്കിയിരിക്കുന്നത്. 18-ാം പടി കയറി കൊടിമരച്ചുവട്ടിലേക്ക് വരുമ്പോഴേ കാണുന്നത് ഈ പൂക്കളമാണ്. ഒപ്പം തന്നെ ബലിക്കൽപുരയ്ക്ക് സമീപം കൊടിമരച്ചുവട്ടിൽ നിന്നും ബലിക്കൽപുരയിലേക്ക് പോകുന്ന ഭാഗത്തും പൂക്കളം ഒരുക്കിയിട്ടുണ്ട്. പൂക്കളമുണ്ട്, ഓണസദ്യയുണ്ട്. അങ്ങനെ മനോഹരമായിട്ട് പ്രൗഢഗംഭീരമായി തന്നെ തിരുവോണത്തെ അയ്യപ്പസ്വാമിയുടെ സന്നിധിയിൽ വരവേൽക്കുകയാണ് ഭക്തർ, ദേവസ്വം ജീവനക്കാർ, പോലീസ്, അയ്യപ്പന്മാർ എല്ലാവരും ചേർന്നുകൊണ്ട് തന്നെ സുഗമമായ ദർശനം സാധ്യമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭക്തജനങ്ങളെ സന്തോഷത്തിലാക്കുന്ന ഒരു കാര്യം. വലിയ തിരക്കൊന്നും കൂടാതെ സാവധാനം 18-ാം പടി തൊഴുത് കയറി അയ്യപ്പസ്വാമിയുടെ അരികിലേക്ക് എത്തുന്നതിനുള്ള ഒരു സാഹചര്യം ഇന്നെത്തുന്ന ഭക്തജനങ്ങൾക്കെല്ലാം സന്നിധാനത്തുണ്ട്. തിരക്ക് ശരാശരിക്ക് അടുത്ത് മാത്രമാണ്. രാവിലെ രാത്രിയിലുമൊക്കെ തിരക്കുണ്ടായിരുന്നു. പക്ഷേ ഈ സമയത്ത് അങ്ങനെ വലിയ തിരക്കോടുകൂടി തിടുക്കപ്പെട്ട് 18-ാം പടി ഒന്നും കയറി വരേണ്ട സാഹചര്യമില്ല. അത് അപൂർവമായി മാത്രമാണ് ഭക്തജനങ്ങൾക്ക് അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുക. ഓരോ പടിയും തൊഴുത് വണങ്ങി കയറി വരിക എന്നുള്ളത് ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആഗ്രഹ സഫലീകരണത്തിലേക്ക് ഒരു സാഹചര്യമായിരിക്കും. അങ്ങനെ ഓരോ പടിയും തൊഴുത് വണങ്ങി കയറി വരാനുള്ള ഒരു സാഹചര്യം ഇന്ന് ഈ സമയത്ത് എത്തുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കുമുണ്ട്. ബലിക്കൽപുരയ്ക്ക് സമീപത്ത് നിന്നുള്ള കാഴ്ചകളാണ് കാണുന്നത്. അവിടെയും ഒരു പൂക്കളം ഒരുക്കിയിട്ടുണ്ട്. മനോഹരമായ പൂക്കളമാണ്. നിലവിളക്ക് കൊളുത്തി ബലിക്കൽപുരയ്ക്ക് സമീപത്തായിട്ട് അത്തപ്പൂക്കളം തീർത്തിരിക്കുന്നു. രാവിലെ 10:30 തിരുവോണ സദ്യ ഉണ്ട്. ദേവസ്വം ജീവനക്കാരുടെ വകയാണ് ഇന്നത്തെ തിരുവോണ സദ്യ. ഇന്ന് എത്തുന്ന ഭക്തജനങ്ങൾക്കെല്ലാം തിരുവോണ സദ്യയിൽ പങ്കെടുക്കാം. നാളെ പോലീസ് അയ്യപ്പന്മാരുടെ വകയായും അവിട്ടം ദിനത്തിൽ സദ്യയുണ്ട്. ഇന്നലെ മേൽശാന്തിയുടെ വകയായി ഉത്രാടം നാളിലും സദ്യ ഉണ്ടായിരുന്നു. അങ്ങനെ ആ സദ്യയിലൊക്കെ എത്തുന്ന ഭക്തജനങ്ങളെല്ലാം പങ്കെടുക്കുന്നു എന്നുള്ളതാണ് വിശേഷമായിട്ടുള്ള കാഴ്ച. ഇന്നും എത്തുന്ന ഭക്തജനങ്ങൾ രാവിലെ 10 മുതൽ തുടങ്ങുന്ന തിരുവോണ സദ്യയിൽ എല്ലാ ഭക്തജനങ്ങൾക്കും പങ്കെടുക്കാം. രാവിലെ അന്തരീക്ഷം മേഘാവൃതമാണ്. തണുത്ത കാലാവസ്ഥയാണ്. മഴയും മഞ്ഞുമെല്ലാം ചേർന്നുകൊണ്ട് തണുത്ത ഒരു പ്രഭാതമാണ് ഇന്ന് തിരുവോണ നാളിൽ അയ്യപ്പ സന്നിധിയിൽ ഉള്ളത്. തണുത്തുറഞ്ഞ ആ പ്രഭാതത്തിൽ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം തേടി കുഞ്ഞുങ്ങളും കുഞ്ഞയ്യപ്പന്മാരും കുഞ്ഞു മാളികപ്പുറങ്ങളും എല്ലാം അച്ഛൻ്റെയും മുത്തച്ഛൻ്റെയും എല്ലാം കൈപിടിച്ച് സന്നിധാനത്തേക്ക് എത്തുന്നത് ഒരു മനോഹര കാഴ്ച. തിരുവോണ നാളിൽ ഏറ്റവും ഭംഗിയുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചാവിശേഷങ്ങളായി മാറുകയാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രഭാതമാണ്. തണുത്ത കാലാവസ്ഥയാണ്. തണുത്തുറഞ്ഞാണ് സന്നിധാനം ഉള്ളത്. സന്നിധാനവും പരിസരവും എല്ലാം അത്രയും മഴയും മഞ്ഞുമെല്ലാം ചേർന്ന തണുത്ത കാലാവസ്ഥ പറയുമ്പോൾ തന്നെ നമുക്ക് പ്രകടമാകുന്നു. ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ പ്രകടമാകുന്നു എത്രത്തോളം തണുത്തുറഞ്ഞ ഒരു കാലാവസ്ഥയാണ് ഇന്ന് സന്നിധാനത്ത് തിരുവോണ നാളിൽ ഉള്ളത് എന്നുള്ളത്. കഴിഞ്ഞ രാത്രിയിലെല്ലാം മഴയുണ്ടായിരുന്നു. കഴിഞ്ഞ മണിക്കൂറുകളിൽ മഴ ഉണ്ടായിരുന്നു. ഇന്ന് ഈ സമയത്ത് മാത്രമാണ്, പുലർക്കാലത്ത് മാത്രമാണ് മഴ മാറി നിൽക്കുന്നത്. എന്തായാലും തിരക്കൊന്നും കൂടാതെ സുഗമമായ ദർശനം ഭക്തജനങ്ങൾക്കെല്ലാം ഇന്ന് സാധ്യമാകുന്നു. നല്ല ദർശന സൗകര്യം ലഭിച്ചതിൻ്റെ ഒരു സന്തോഷത്തോടു കൂടി തന്നെയാണ് ഇന്ന് ഭക്തജനങ്ങളെല്ലാം മലയിറങ്ങുന്നത്. സന്തോഷത്തിൻ്റെ, ആഗ്രഹ സഫലീകരണത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ എല്ലാം ഒരു സന്തോഷം ഭക്തജനങ്ങളുടെ എല്ലാ മുഖത്തു നിന്നും ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അനിൽ നമ്പ്യാർ. മിഥുൻ മുരളി, അജയൻ നായർ തിരുവോണ സദ്യ കഴിച്ച ശേഷം മലയിറങ്ങിയാൽ മതി.